Good afternoon. Afternoon, ma'am. Good afternoon. എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഫാർമസിയിൽ ഏത് പോയിന്റ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? Third point. തേർഡ് പോയിന്റ് വരെ അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വായിച്ചെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. ക്ലാരിഫിക്കേഷന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും? ഡൗട്ട് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ പറഞ്ഞേ? ഉണ്ടോ ഇല്ലയോ? കമന്റ് ചെയ്യട്ടോന്ന്. ഉണ്ടെങ്കിൽ പറയാ, പറഞ്ഞു തരാം. ഇല്ല, ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് ഫോർത്ത് പോയിന്റ് ആണ്. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. അതായത് പ്രിസ്ക്രിപ്ഷനിലുള്ള തെറ്റുകളുടെ പെർസെന്റേജ്, അല്ലെങ്കിൽ എന്താ പറയാ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റ് വരിക, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഫാർമസിസ്റ്റ് അത് മനസ്സിലാക്കുക, അതിന്റെ ഒരു പെർസെന്റേജ് നോക്കുന്നതാണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. Okay, then fifth point, percentage of patients receiving high risk medications developing adverse drug event. അതായത് പേഷ്യൻസിന്, ചില പേഷ്യൻസിന് നമ്മൾ ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട് അല്ലെ? ചില കേസുകളിൽ ആളുകൾക്ക് വീര്യം കൂടിയ മരുന്നുകളായിരിക്കും ആളുകളിൽ നമ്മൾ ഇൻജെക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ആയിട്ട് കൊടുക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അവസരത്തില് എന്താ പറയാ, ഈ ഒരു ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ അഡ്വേഴ്സ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഹൈ ഡോസ് ഉള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ വീര്യം കൂടി എന്താ പറയാ, അതായത് മരുന്നുകളിൽ തന്നെ എന്തുണ്ട്, എന്താ പറയാ, ഡോസ് കൂടുതലുണ്ട്, ഡോസ് കുറവുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കൂടിയ തരം മരുന്നുകൾ കൊടുക്കുമ്പോൾ ചില പേഷ്യൻസിന് റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും, അതുപോലെ തന്നെ ചിലർക്ക് ചൊറിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചിലർക്ക് ബോധം കെട്ട് വീഴുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം ഈവൻസ് അല്ലെങ്കിൽ ഇൻസിഡൻസ് എത്ര പെർസെന്റേജ് നടക്കുന്നുണ്ട്? അതായത് ഹൈ ഡോസ് ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾക്ക് കൊടുക്കുമ്പോൾ, പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അവരിൽ എത്ര പേർക്ക് റിയാക്ഷൻ ഉണ്ടാവാറുണ്ട് എന്നതിന്റെ പെർസെന്റേജ് ആണ് ആ ഒരു ഫിഫ്ത് പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ദെൻ സിക്സ്ത് പോയിന്റ്, percentage of drugs and consumables obtained by local purchaser. ഡ്രഗ്സ് എന്ന് പറയുന്നത് മരുന്നുകള്, കൺസ്യൂമബിൾസ് എന്ന് പറയുന്നത് ഇവിടെ ഉപഭോഗ വസ്തുക്കളാണ്. അതായത് എക്യുപ്മെന്റുകളാവാം, അതുപോലെ തന്നെ എന്താ പറയാ, ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ഉപയോഗിക്കുന്ന പലതരം കാര്യങ്ങൾ. അതിനകത്ത് ഇപ്പോ കൺസ്യൂമബിൾസിൽ നമ്മൾക്കിപ്പോ എളുപ്പത്തിൽ പറയാനായിട്ടുള്ളത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന സിറഞ്ചുകള്, നീഡിൽസ്, കാനുലാസ്, അതൊക്കെ കൺസ്യൂമബിൾസിലാണ് കേട്ടോ വരുന്നത്. ഓക്കെ, കൺസ്യൂമബിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയണം ടു കൺസിസ്റ്റ് ഓഫ് സിറഞ്ച്, നീഡിൽസ്, കാനുലാസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ, അതായത് ഡ്രഗ്സും കൺസ്യൂമബിൾസും നമ്മള് ലോക്കൽ പർച്ചേസിലൂടെയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതിന്റെ ഒരു പെർസെന്റേജ്. കരിഞ്ചന്ത അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റ് എന്ന് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് തുച്ഛമായ വിലയ്ക്ക്, വളരെ എന്താ പറയാ, വളരെ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്വാളിറ്റി കുറവായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതിനെയാണ് ആ ഒരു ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോ എത്രമാത്രം നമുക്കറിയാം, ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാല് നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളായിരിക്കണം അല്ലെ? നല്ല ക്വാളിറ്റിയിലുള്ള വിദേശത്തു നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ചില കേസുകളിൽ, അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകളിൽ
ഇങ്ങനെ ലോക്കൽ പർച്ചേസിൽ നിന്ന്, അതായത് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, അതായത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അവരെന്ത് അങ്ങനെ ചെയ്യുന്നത് അല്ലെ. വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് വളരെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിയിട്ട് പേഷ്യൻസിന് ഉപയോഗിക്കുന്നു. അപ്പോ എത്രമാത്രം ഇങ്ങനെയുള്ള ലോക്കൽ പർച്ചേസ് നടക്കുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് ഇവിടെ നോക്കുന്നുണ്ട്. Then 7th point, percentage of stock outs including emergency drugs. എമർജൻസി ഡ്രഗ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അഡ്രിനാലിൻ പോലുള്ള മരുന്നുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള മരുന്നുകളുടെ സ്റ്റോക്ക് ഒരിക്കലും തീരാനായിട്ട് പാടുള്ളതല്ല. എപ്പോഴും അതവിടെ എന്ത് ചെയ്തിരിക്കണം, സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ ചില കേസുകളിൽ എന്ത് ചെയ്യാം, ഈ ഒരു മരുന്നുകൾ തീർന്നു പോകുന്ന ഒരു സാഹചര്യം വരാം. ഓക്കെ, അങ്ങനെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് കൂടി ഇവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ക്ലിയർ ആണോ? 4 തൊട്ട് 7 വരെ പോയിന്റ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Then 8th point, percentage of drugs and consumables refused before preparation of GRN, good receipt note. GRN എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം വരുന്നത് ഗുഡ് റിസീപ്റ്റ് നോട്ട് എന്നാണ്. അതായത് നമ്മള് ഇങ്ങനെ മരുന്നുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് സാധനമാണോ വാങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി ഉണ്ടാവും. ആ കമ്പനിയുടെ ഓർഡർ അല്ലെങ്കിൽ ആ കമ്പനിക്ക് നമ്മളൊരു ഓർഡർ കൊടുക്കും, ഇന്ന സാധനങ്ങൾ തീർന്നു പോയി അല്ലെങ്കിൽ ഇത് ഇത്ര അളവിൽ അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റിയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണെന്ന് അവരോട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ ഹോസ്പിറ്റലിലേക്ക്, ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളും ഡ്രഗ്സ് ഒക്കെ അവരെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവര് നമുക്കൊരു റെസിപ്റ്റ് തരും. അതിനെയാണ് എന്ത് പറയാ, ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയാ. നിങ്ങളിപ്പോ ഒരു സാധനം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുകയാണ്, നമുക്ക് അവിടെ നിന്ന് എന്ത് തരും? എന്താണ് അവിടുത്തെ തരുന്നത്? നമുക്ക് ഒരു സാധനം നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്നു, അവിടെ നിന്ന് എന്ത് തരും? നമുക്ക് ബില്ല് തരും അല്ലേ. ഈ ബില്ലിനെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഒരു എഗ്രിമെന്റ് പോലെ, അതായത് കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഈ ബില്ലിനെ സൂക്ഷിക്കാം അല്ലെ. അതായത് ആ ഒരു സാധനത്തിന് ഡാമേജ് പറ്റുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കത് തിരിച്ചു കൊടുക്കാം ഉള്ള ഒരു ഇതുണ്ടെങ്കിലോ ഒക്കെ എന്ത് ചെയ്യാം, ഈ ബില്ല് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാം, നമ്മൾ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക അല്ലെ. അപ്പോ ഇതിനെ ഈ ബില്ല് അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൈപ്പറ്റുന്ന ആ ഒരു റെസിപ്റ്റിനെയാണ് ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എന്താണ് പറയുന്നത്? പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾ റെഫ്യൂസ്ഡ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് GRN. അതായത് ഇത് തരുന്നതിന് മുമ്പ്, ഈ റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ അവർ തരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് റെഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിരാകരിക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക. അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ഇതായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഒരു ഷോർട്ട് പോലെ പറഞ്ഞുതരാം. അതായത് കുറെ സാധനങ്ങൾ, അതായത് ഡ്രഗ്സും എക്യുപ്മെന്റുകളുമായിട്ട് ഒരു വണ്ടി വരികയാണ് ഹോസ്പിറ്റലിൽ. സ്ഥിരമായിട്ട് ആ ഹോസ്പിറ്റല് അവരിൽ നിന്നാണ് എന്താ പറയാ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, അതായത് മേടിക്കുക. ഏതെങ്കിലും ഒരു കമ്പനി ആകട്ടെ, ഒരു കമ്പനി എടുക്കും, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എടുക്കുക, അവരിൽ നിന്നാണ് മേടിക്കുക. അപ്പൊ അവര് വരുമ്പോൾ ഹോസ്പിറ്റലിൽ അവര് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ തന്നെ സെക്യൂരിറ്റി സ്റ്റാഫുകളും അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള, അതായത് ഈ സാധനങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടി ഉണ്ടാകും. അപ്പൊ അവര് പറയാണ്, ഇറക്കുന്നതിന് മുമ്പായിട്ടാണ് പറയുന്നത്, വണ്ടി വന്ന് അവിടെ നിൽക്കുകയാണ്, അവര് പറയാണ് ഞങ്ങൾക്കിത് വേണ്ട, റെഫ്യൂസ് ചെയ്യാണ്. അതായത് ഞങ്ങൾക്കിത് വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണ്. ഈ ഒരു GRN അവർ മേടിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ പല കാര്യങ്ങൾ കൊണ്ടാകാം ഇങ്ങനെ ഒരു റെഫ്യൂസൽ വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ക്വാളിറ്റിയിലുള്ള കുറവായിരിക്കാം. അതായത് ചിലപ്പോൾ ഒരു ഓർഡർ ചെയ്യുമ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ക്വാളിറ്റി കുറവാണെന്നുള്ളത്. വേറെ നല്ല കമ്പനികൾ ക്വാളിറ്റി കൂടി അതേ വിലയ്ക്ക് തന്നെ തരികയാണെങ്കിൽ നമ്മൾ അതല്ലേ മേടിക്കുക, എന്ത് സാധനമാണെങ്കിലും. അപ്പൊ ക്വാളിറ്റിയിലുള്ള എന്താ പറയാ, ക്വാളിറ്റി കുറവായത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ റെഫ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത മരുന്നുകളായിരിക്കില്ല അവർ കൊണ്ടുവരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മരുന്നുകളിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടാക്കാം.
അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുക, റെഫ്യൂസൽ നടക്കുക. ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. The next point, percentage of variations from the procurement process. Procurement process എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലില് സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊക്യൂർമെന്റ് പ്രോസസ് എന്ന് പറയാ കേട്ടോ. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ചെയ്യുന്നു. അതായത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ചരക്കുകൾ, അതായത് പല പല എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ പല പല റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ധാരാളം കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതായത് ഒന്നിനു പുറം ഒന്നായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ചെയ്യുന്നത് എന്നാണ് പ്രൊക്യൂർമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടത്തുന്നതിനെയാണ് പ്രൊക്യൂർമെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള പ്രൊക്യൂർമെന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എത്രമാത്രം നടക്കുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് ആണ് അവിടെ നോക്കുന്നത്. ഓക്കെ, അടുത്തത് ഫ്രണ്ട് ഓഫീസില് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് ആണ് അവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് ആണ്. ഫ്രണ്ട് ഓഫീസിൽ വരുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന സ്റ്റാഫുകളുടെ സംതൃപ്തി നോക്കുന്നു. അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൽ എത്ര പേരാണ് സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് റിസീവ് ചെയ്യുന്നത് എത്ര പെർസെന്റേജ് ആണെന്നാണ് ഇവിടെ നോക്കിക്കാണുന്നത് കേട്ടോ. Then രണ്ടാമത്തെ പോയിന്റ്, വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. അതുപോലെ തന്നെ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിന് എത്ര സമയം വേണ്ടി വരുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് ചിലപ്പോൾ കുറെ നേരം വെയിറ്റ് ചെയ്യാല്ലേ നമ്മള്, അല്ലെ? അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഡോക്ടറെ കാണാം. അപ്പൊ ആ സമയമൊക്കെ നോക്കുന്നുണ്ട്. എത്ര പേരാണ് അങ്ങനെ എന്താ പറയാ ബോറടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കുഷി ചെക്കിരിക്കില്ലേ നമ്മൾ ഡോക്ടറുടെ വെയിറ്റ് അതിന് വേണ്ടിയിട്ട്. അപ്പൊ എത്ര പേരങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോയിന്റ്മെന്റ് കാലത്ത് എത്ര പേര് ഇരിക്കുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് കൂടി അവിടെ നോക്കുന്നുണ്ട്. ദെൻ അടുത്തത് MRD. MRD എന്ന് പറയുന്നത് ക്വാളിറ്റി, MRD എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് MRD-യിൽ വരുന്നത്. MRD എന്ന് പറയുമ്പോൾ മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അറിയാലോ. ഫസ്റ്റ് വൺ, percentage of medical records without discharge summary. ഡിസ്ചാർജ് സമ്മറി ഇല്ലാതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട്, അതിന്റെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് എത്ര കേട്ടോ. അതായത് എല്ലാ മെഡിക്കൽ റെക്കോർഡുകളിലും ഡിസ്ചാർജ് സമ്മറികൾ ഉണ്ടാവും. അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡൊക്കെ ആണെങ്കിൽ ഡിസ്ചാർജ് സമ്മറി പിൻ ചെയ്തിട്ടുണ്ടാകും. അതിന്റെ ഒരു കോപ്പിയോടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ചില പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ ഇങ്ങനെ ഉണ്ടാവണം എന്നില്ല. ഡിസ്ചാർജ് സമ്മറി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അവർ ചിലപ്പോൾ വിട്ടു പോയിട്ടുണ്ടാകാം. എത്ര മെഡിക്കൽ റെക്കോർഡുകളിൽ ഡിസ്ചാർജ് സമ്മറി ഇല്ലാതെ കാണപ്പെടുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് ആണ് അവിടെ നോക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ICD കോഡിംഗ് ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡ്സുകൾ എത്ര ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതണ്ടേ എന്താണ് ICD കോഡിംഗ് എന്ന്, അതിന്റെ ഫുൾ ഫോം എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ICD എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. International Classification of Diseases. International Classification of Diseases എന്നാണ് ICD കോഡിംഗ് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ICD കോഡിംഗ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അതായത് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡില് പല പല കോഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ എൻറ്റർ ചെയ്യുന്നത്, അല്ലെ? കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരിതാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോ പല രോഗങ്ങൾക്ക് പല കോഡുകളുണ്ട്, പല പല ഷോർട്ട് ഫോമുകളുണ്ട്, അല്ലെ? ആ ഷോർട്ട് ഫോമുകള് മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടോ, അല്ലെങ്കിൽ കോഡിംഗ് മെഡിക്കൽ റെക്കോർഡില് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോഡിംഗ് യൂസ് ചെയ്യുന്നത്? കോഡ് എന്താണ്?
കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒന്ന് കമന്റ് ചെയ്ത്. കോഡിങ് എന്താണ്? കോഡിങ് ഒന്ന് കമന്റ് ചെയ്ത് അറിയാവുന്ന ആരെങ്കിലും. ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുന്നതാണ് അല്ലേ? ഈസി റിപ്പോർട്ടിംഗ് ആണ്, പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. അതായത് പെട്ടെന്ന് ജോലി മെഡിക്കൽ ഫീൽഡുകളിൽ പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പത്തിലാകാൻ വേണ്ടിയിട്ടാണ് കോഡിംഗ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ വലിയ നീട്ടി പരത്തി പറയുന്നതിന് പകരം ഷോർട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോഡിംഗ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കോഡിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് ആക്കുക എന്നുള്ളതാണ്. അപ്പോ മെഡിക്കൽ റെക്കോർഡുകളിൽ ഇങ്ങനെ കോഡിംഗ് ഉപയോഗിച്ചിട്ടില്ലാത്ത മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് എത്ര എന്നാണ് അവിടെ പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഇംപ്രോപ്പർ കൺസെന്റ്. ചില മെഡിക്കൽ റെക്കോർഡുകള് ഇംപെർഫെക്റ്റ് ആയിരിക്കുള്ളൂ. ദാറ്റ് മീൻസ് അതായത് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവണം എന്നില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതുന്നതിന് പകരം ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകും. ചിലപ്പോ ഡേറ്റ് ഓഫ് ബർത്ത് വിട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയാ ഏജ് വിട്ടിട്ടുണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ അതിനെയാണ് നമ്മൾ ഇംപെർഫെക്റ്റ് എന്ന് പറയാം. ദെൻ ഇംപ്രോപ്പർ കൺസെന്റ് എന്ന് പറഞ്ഞാല് അതിനകത്ത് പ്രോപ്പർ ആയിട്ട് കൺസെന്റ് കീപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾക്കറിയാം മെഡിക്കൽ റെക്കോർഡ്സ്, അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ എന്താണ് എഴുതി കൊടുക്കും അല്ലെ. ഒരു ഫോമിൽ എഴുതി കൊടുക്കും. ദെൻ നമ്മളത് സൈൻ ഇടും. ഇത് അവരെന്ത് ചെയ്യും? സൂക്ഷിച്ച് മെഡിക്കൽ റെക്കോർഡിന്റെ കൂടെ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ സൈനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ അതിനെന്ത് പറയാം? നമുക്ക് ഇംപ്രോപ്പർ കൺസെന്റ് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത്. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് എത്ര ഉണ്ട്, ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസെന്റുകൾ എത്ര ഉണ്ടെന്ന് നോക്കുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ, പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡുകൾ. ഇനി ചില മെഡിക്കൽ റെക്കോർഡ്സുകൾ മിസ്സിംഗ് ആവാം. ചിലപ്പോൾ സൂക്ഷിച്ചു വെക്കണം എന്നുണ്ടാവില്ല, ബെറ്റർ ആയിട്ട് എന്താ പറയാ കീപ്പ് ചെയ്യാൻ പറ്റണം എന്നുണ്ടാവില്ല. ഇപ്പൊ ഒരു 100 മെഡിക്കൽ റെക്കോർഡുകൾ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് 5 or 10 എണ്ണം മിസ്സായിട്ടുണ്ടാവും. അപ്പോ എത്ര മെഡിക്കൽ റെക്കോർഡുകളാണ് ഇത്തരത്തിൽ മിസ്സായിട്ടുള്ളത് എന്നതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ, ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. The bed occupancy rate BOR percentage is a measure of utilization of the available bed capacity in hospital. It denotes the percentage of beds occupied by patients in a defined period of time, normally a year. ഇവിടെ പറയുന്നത് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞാല് ബെഡുകളുടെ അവൈലബിലിറ്റി ആണ് കേട്ടോ. അത് അളക്കുന്നതിനെയാണ്. ഓക്കെ, അതായത് BOR പെർസെന്റേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് നമുക്ക്. അതിനകത്ത് നമ്മള് പറഞ്ഞ പല സ്റ്റാൻഡേർഡുകളുടെയും പെർസെന്റേജ് കാണാനായിട്ട് പഠിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ടീച്ചർ എടുക്കുന്നതാണ് ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞൊരു ബേസ് ആണ് പറഞ്ഞു തരുന്നത് അല്ലെ. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ടീച്ചർ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കാം. അതായത് BOR പെർസെന്റേജ് എന്ന് പറഞ്ഞാല് ഈ ബെഡിന്റെ അവൈലബിലിറ്റി, അതായത് ഹോസ്പിറ്റലുകളില് പേഷ്യൻസിന് ആനുപാതികമായിട്ട് പേഷ്യന്റ് റേഷ്യോയില് ബെഡുകള് ഉണ്ടോ, അതിന്റെ അവൈലബിലിറ്റി എത്രയാണ്, അതിന്റെ റേഷ്യോ നോക്കുന്നതാണ് എന്ത് BOR എന്ന് പറയുന്നത്, അഥവാ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 1 മുതൽ 5 വരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതൊക്കെ മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് സൂക്ഷിക്കേണ്ട രേഖകളാണ് ഇതൊക്കെ. ദെൻ 6th പോയിന്റ്, ലെങ്ത് ഓഫ് സ്റ്റേ ആണ്. LOS എന്ന് പറയും. അതായത് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ടല്ലോ. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചാണ്. ഷോർട്ട് സ്റ്റേ ഉണ്ട്, ലോങ് സ്റ്റേ ഉണ്ട്. കുറച്ചു നാളാണ് പേഷ്യന്റ് കിടക്കുന്നതെങ്കിൽ അതിനെ ഷോർട്ട് സ്റ്റേ എന്ന് പറയും. കൂടുതൽ നാളാണ് കിടക്കുന്നതെങ്കിൽ ലോങ് സ്റ്റേ എന്ന് പറയും. അപ്പൊ എത്ര പേഷ്യൻസ് ലോങ് സ്റ്റേ ആയിട്ട് വരുന്നുണ്ട്, എത്ര പേഷ്യൻസ് ഷോർട്ട് സ്റ്റേ ആയിട്ട് വരുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ 7th വൺ, മോർട്ടാലിറ്റി റേറ്റ്. മരണനിരക്കുകൾ എത്രമാത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ. ഓക്കെ, അതായത് ഹോസ്പിറ്റലിൽ മരിക്കുന്ന ആളുകളുടെ ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ, അത് എത്രമാത്രം റെക്കോർഡിക്കലി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാല് ഡെത്ത് റേറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
Then next one, proportional maternal mortality rate. അതായത് പ്രസവാനന്തരമായിട്ട് അല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ചിട്ട് എത്ര മരണനിരക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ടല്ലോ, ഡെലിവറിയോടനുബന്ധിച്ചില്ലെങ്കിൽ സിസേറിയനോടനുബന്ധിച്ചിട്ടൊക്കെ യുവതി മരിച്ചു അല്ലെങ്കിൽ യുവതിയും കുഞ്ഞും മരിച്ചു എന്നൊക്കെ നമ്മൾ ധാരാളം ന്യൂസുകളൊക്കെ കാണാറുണ്ട് അല്ലെ. അപ്പോ അതിന്റെ പെർസെന്റേജ് എത്രമാത്രം അങ്ങനെയുള്ള മരണങ്ങൾ അല്ലെങ്കിൽ ഡെത്തുകൾ ഉണ്ടാവുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് ആണ് proportion of maternal mortality rate എന്ന് പറയുന്നത്. Then 9th one, proportional infant mortality rate. അതായത് നവജാത ശിശുക്കളുടെ മരണനിരക്ക് കേട്ടോ. ന്യൂബോൺ ബേബീസ് ഉണ്ടല്ലോ, നവജാത ശിശുക്കൾ അഥവാ ന്യൂബോൺ ബേബീസിന്റെ മരണനിരക്കാണ്. നമ്മൾ അതും കാണാറുണ്ട്. കാരണം ഇങ്ങനെ ഡെലിവറി ടൈമിലൊക്കെ എന്താണ് കുഞ്ഞുങ്ങൾ മരിക്കാറുണ്ട്, NICU കിടക്കുന്ന ഇൻഫൻസ് ഡെത്ത് ആവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇവരുടെ പെർസെന്റേജ് ആണ് പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എത്രമാത്രമാണ് അങ്ങനെ വരുന്നത്. MRD ക്ലിയർ ആണോ? പറയണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയാട്ടോ, ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ? 3 കാര്യങ്ങൾ എടുത്തു. ഇപ്പൊ ഫാർമസി എടുത്തു, ഫ്രണ്ട് ഓഫീസ് എടുത്തു, then MRD എടുത്തു. ഒരു ഡൗട്ടും ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ ആർക്കും. Then അടുത്തത് HRM ആണ്. HRM എന്ന് പറഞ്ഞാൽ 8th ആണോ? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതായത് പ്രസവത്തോടനുബന്ധിച്ച് യുവതികളൊക്കെ മരിക്കുന്ന കേസുകളിൽ സ്ത്രീകളൊക്കെ മരിക്കില്ലേ, അതിന്റെ റേഷ്യോ ആണ് അവിടെ കേട്ടോ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. then അടുത്തത് HRM ആണ്. HRM ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് ആണ് അവിടെ എന്താ പറയാ ചെക്ക് ചെയ്യുന്നത്. HRM എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. ഓക്കെ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞതാണെന്ന് വിചാരിക്കുന്നു അല്ലെ. എടുത്തു കഴിഞ്ഞായിരുന്നോ? എടുക്കുന്നു അല്ലെ. എന്താണ് അവരുടെ സ്പെഷ്യാലിറ്റി എന്താണ്? കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ഏകദേശം എടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മാനേജ്മെന്റ് ഓഫ് എംപ്ലോയീസ് ആണ് അല്ലെ. ഓക്കെ, നിങ്ങളുടെ കണ്ണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എങ്ങനെയാണ് ഇവർ ഉപകാരപ്പെടുക അതൊന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവര് ഹെൽപ്ഫുൾ ആവുക? their സർവീസസ്. ഓക്കെ, സർവീസ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തം പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട എംപ്ലോയീസിനെ കൈകാര്യം ചെയ്യുന്നത്, അതൊക്കെയാണ് HRMന്റെ പ്രത്യേകത അല്ലെ. ഞാൻ ചോദിച്ചത് ഇതാണ്, നിങ്ങളുടെ കണ്ണിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചത് അല്ലെ. നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോൾ എങ്ങോട്ടാ പോവാ? എങ്ങോട്ട് പോവാ നിങ്ങള്? എങ്ങോട്ടാ പോവാ? ഹോസ്പിറ്റലിൽ പോവും അല്ലേ. ആരാണ് നിങ്ങളെ അവിടെ എടുക്കുന്നേ? ആരാ എടുക്കുന്നേ നിങ്ങളെ? HR അല്ലേ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗത്തിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. നിങ്ങളെ പോലുള്ളവരെ അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്നവരൊക്കെ എന്ത് ചെയ്യാണ് അവിടെ ഹയർ ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. HRM ആയതുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് പെർസെന്റേജ്. അതായത് എംപ്ലോയീസ്, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ്. അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത്, ഇവര് നല്ല പ്ലസന്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ അതിന്റെ പെർസെന്റേജ് നോക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, എംപ്ലോയീസ് അട്രീഷൻ റേറ്റ്. അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞാല്
പേഷ്യൻസിന്റെ കൊഴിഞ്ഞു പോക്കാണ്, അല്ലെങ്കിൽ ചില സോറി കേട്ടോ പേഷ്യൻസ് അല്ല, എംപ്ലോയീസിന്റെ കൊഴിഞ്ഞു പോക്കാണ്. അതായത് ചില എംപ്ലോയീസ് ലീവ് ചെയ്യും, ജോലി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ച് പോയി, റിസൈൻ ചെയ്തൊക്കെ പോവില്ലേ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്ന ഒരു അവസരമൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പൊ അതിന്റെ റേറ്റ് ആണ് കേട്ടോ. അതായത് അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസില് എത്ര പേര് റിസൈൻ ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരു 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരു 10 പേര് ചിലപ്പോ പോയിന്നിരിക്കാം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അട്രീഷൻ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ലീവ് ചെയ്യുക, എംപ്ലോയീസ് ലീവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, അട്രീഷൻ റേറ്റ് എന്ന് പറയാം. ഓക്കെ, നമുക്കറിയാം ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ മേഖല ആയതുകൊണ്ട് തന്നെ ധാരാളം പേര് വിദേശത്തേക്ക് പോകുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഹൈ സാലറി ഹൈ പാക്കേജോടെ നമുക്ക് അവസരം കിട്ടുന്നത് എവിടെയാണ്, പുറത്താണ് അല്ലെ, വിദേശ രാജ്യങ്ങളിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ജോലി, നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ചിലപ്പോൾ സാലറി കുറവായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, ചിലപ്പോൾ നമ്മളെ തേടി ഉയർന്ന ഒരു അവസരം, ചാൻസ് നമ്മൾക്ക് വന്നെന്നിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു കൂട്ടം ആളുകൾ, ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകളായിരിക്കില്ല, 5 10 ആളുകളൊക്കെ ആയിരിക്കും ഗ്രൂപ്പായിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്തു പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അവിടെ ആ പെർസെന്റേജ് വളരെ കൂടുതലാണ്. അതിന്റെ റേറ്റ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, then third one, employees absenteeism rate. ഓക്കെ, എംപ്ലോയീസ് ആബ്സെന്റിസം റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേര് ആബ്സെന്റ് ആകുന്നുണ്ട് ഒരു മാസത്തില്, എന്താണ് കാഷ്വൽ ലീവിന് പുറമെ എത്ര പേര് ആബ്സെന്റ് ആകുന്നുണ്ട്, ലീവ് എടുക്കുന്നുണ്ട് എന്നതിന്റെ റേറ്റ് ആണ് അവിടെ വരുന്നത് കേട്ടോ. ആബ്സെന്റ് റേറ്റ് ആണ്. ദെൻ നാലാമത്തെ പോയിന്റ്, percentage of employees who are informed of employees' rights, responsibilities and welfare schemes. അതായത് എത്ര എംപ്ലോയീസിന്, അതായത് അവിടെ ജോലി എടുക്കുന്ന, ഒരു ഹോസ്പിറ്റലിൽ ജോലി എടുക്കുന്ന എത്ര എംപ്ലോയീസിന് എംപ്ലോയീസിന്റെ റൈറ്റ്സിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചും വെൽഫെയർ സ്കീംസിനെ കുറിച്ചും അറിയാം. എത്ര പേർക്ക് അവയർനെസ് ഉണ്ട്, അതായത് തങ്ങൾ എംപ്ലോയീസ് ആണ്, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അവകാശങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വെൽഫെയർ സ്കീംസ് ഉണ്ടെന്ന് എത്ര എംപ്ലോയീസിന് അറിയാം. അതിന്റെ റേറ്റ് ആണ് അവിടെ നോക്കുന്നത് കേട്ടോ. ചിലപ്പോ 50 പേര് ജോലി എടുക്കുന്ന സ്ഥലത്ത് കേവലം 3 4 പേർക്കായിരിക്കും അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും അവരുടെ ജോലിയുടെ, അതായത് ജോലിയുമായി ബന്ധപ്പെട്ട അവകാശങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാനായിട്ട് സാധിക്കുക. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് അവിടെ നോക്കുന്നത്. Then fifth one, percentage of staff provided pre-exposure prophylaxis. പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനം എത്രത്തോളം സ്റ്റാഫുകൾക്ക്, ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റാഫുകൾക്ക് വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. ചില സ്റ്റാഫുകൾക്ക് നമുക്കറിയാം ചില എന്താ പറയാ അസുഖങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ, ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആസ്മയുള്ള പേഷ്യൻസ് ഉണ്ടാവാം. അങ്ങനെ പല പല രോഗങ്ങളുമായിട്ട് വരുന്ന സ്റ്റാഫുകളുണ്ട്. പേഷ്യൻസിന്റെ കാര്യമുള്ള ഞാൻ പറയാം, എംപ്ലോയീസിന്റെ കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക്, അതായത് ഈ ഒരു മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സ്റ്റാഫുകൾക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവർക്ക് മുന്നേ തന്നെ എന്ത് ചെയ്യാം, വാക്സിൻ കൊടുക്കുക എന്നുള്ളത്. അതിനെയാണ് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എത്രത്തോളം സ്റ്റാഫുകൾക്ക് ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റാഫുകൾക്ക് എത്രത്തോളം വാക്സിൻസ് കൊടുക്കുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ്. ഓക്കെ, ക്ലിയർ ആണോ? HR ഞാൻ ഒന്നും കൂടി പറയാം കേട്ടോ. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്നതിന്റെ റേറ്റ് ആണ്. എംപ്ലോയി സെറ്ററേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ലീവ് ചെയ്യുന്നതിന്റെ റേറ്റ് ആണ്. എംപ്ലോയീസ് ആബ്സെന്റീസം റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേര് ആബ്സെന്റ് ആകുന്നുണ്ട് അല്ലെങ്കിൽ ലീവ് എടുക്കുന്നുണ്ട് എന്നതിന്റെ റേറ്റ് ആണ്. നാലാമത്തത് എത്ര പേർക്ക് പേഷ്യന്റ് എംപ്ലോയീസിന്റെ റൈറ്റ്സിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും വെൽഫെയർ സ്കീംസിനെ കുറിച്ചും അറിയാം എന്നതിന്റെ റേറ്റ് ആണ്. ലാസ്റ്റ് വൺ, എത്ര സ്റ്റാഫുകൾക്ക് മുന്നേ തന്നെ വാക്സിൻ കൊടുക്കുന്നുണ്ട്, ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റാഫുകൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ വാക്സിൻ കൊടുക്കുന്നുണ്ട് എന്നതിന്റെ റേറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി പറയണോ? ഇനി വേണ്ടല്ലോ?
ഇനി അടുത്തത് ഡിസ്ചാർജ് സമ്മറിയാണ് കേട്ടോ. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്. ഡിസ്ചാർജ് സമ്മറിയിൽ ആദ്യം വരുന്നത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. എത്ര സമയമാണ് പേഷ്യന്റിന് ഡിസ്ചാർജ് കൊടുക്കാൻ എടുത്ത സമയം, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് കംപ്ലീറ്റ് ആയത് എന്നതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ പറയുന്നത്. Then 11ാമത്തേത് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. ഫസ്റ്റ് വൺ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം, ബയോമെഡിക്കൽ എക്യുപ്മെന്റ്, ജനറൽ എക്യുപ്മെന്റ് എന്താ ഇവിടെ പറയുന്നത്. അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന, അത് ബയോമെഡിക്കൽ എക്യുപ്മെന്റുകളാകാം, ജനറൽ എക്യുപ്മെന്റുകളാകാം, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാവാം. അപ്പൊ ഇങ്ങനെയുള്ള എക്യുപ്മെന്റുകളൊക്കെ ബ്രേക്ക് ഡൗൺ ആയാല് അത് മെയിന്റനൻസിന് വേണ്ടിയിട്ട് എത്രമാത്രം സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ഇന്ന് ബ്രേക്ക് ഡൗൺ ആയി എന്ന് വിചാരിക്കാം. അത് ഇന്ന് തന്നെ ശരിയാക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടേക്ക് ശരിയാക്കുകയാണെങ്കിൽ എന്താ പറയാ, അങ്ങനെ കുറച്ച് ഡിലേ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്, OT, ICU, ജനറൽ എക്യുപ്മെന്റ്. എക്യുപ്മെന്റുകൾ എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ എക്യുപ്മെന്റ് ഉപയോഗിക്കും, ICUവില്, അതുപോലെ ജനറൽ ആയിട്ടുള്ള വാർഡുകൾ എല്ലായിടത്തും എന്ത് ചെയ്യും, എക്യുപ്മെന്റ് യൂസ് ചെയ്യാറുണ്ട്. എത്രമാത്രമാണ് ഒരു ഹോസ്പിറ്റലില് എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നതിന്റെ പെർസെന്റേജ് വരുന്നത്, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റ് വൺ, അതായത് ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിലേക്ക് വരാം. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡിലൊക്കെ വരുന്നത് കേട്ടോ, മനസ്സിലാക്കി വെക്കുക. ദെൻ എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ, അതായത് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി അഥവാ യോഗ്യത എന്താണ്. എന്താണ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ട എലിജിബിലിറ്റികൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO that satisfy the following requirements. താഴെ പറയുന്ന കാര്യങ്ങളാണ് എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, currently in operation as a healthcare provider, it should be above 50 beds since hospitals below 50 beds will come under SHCO standards. എന്തിവിടെ പറയുന്നത്, അതായത് ഒരു ഹോസ്പിറ്റലിൽ ബെഡിന്റെ എണ്ണം 50-ൽ കൂടുതലായിരിക്കണം. 50-ൽ കൂടുതൽ ബെഡുകളുള്ള ഹോസ്പിറ്റലുകൾക്കാണ് അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യാനുള്ള അധികാരമുള്ളത് അല്ലെങ്കിൽ അവകാശമുള്ളത് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് 50 ബെഡിൽ കൂടുതൽ വേണം, എന്നാൽ മാത്രമാണ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി താഴെ ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട്, 50 ബെഡിൽ താഴെയാണ് കിടക്ക, അതായത് 50-ൽ താഴെയാണ് കിടക്കകളുടെ എണ്ണമെങ്കിൽ അതിനെ SHCO സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് നാബ് കാണുന്നത്. SHCO എന്ന് പറഞ്ഞാല് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അപ്പോ ചെറിയൊരു സ്ഥാപനം അല്ലെങ്കിൽ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പരിധിയിലാണ് 50-ൽ താഴെ കിടക്കകളുള്ള ഹോസ്പിറ്റൽസ് വരുന്നത് കേട്ടോ. അപ്പോ അക്രഡിറ്റേഷന്റെ ആദ്യത്തെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാല് 50 ബെഡിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തത്, the hospital has the minimum volume of patients which will evaluate the quality of care given to the patients which is presently 30%. അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാല് അറ്റ്ലീസ്റ്റ് 30% ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് പേഷ്യന്റ് ഒരു ദിവസത്തെ കണക്കാണ് കേട്ടോ. ഒരു ദിവസം പേഷ്യന്റിന്റെ കണക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം പേഷ്യന്റ് വരുന്നത് 30% പേഷ്യൻസ് എങ്കിലും ഒരു ആശുപത്രിയിൽ വന്നിരിക്കണം എന്നുള്ളതാണ്. അതായത് ധാരാളം പേഷ്യൻസ് വരുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഓഫ് കെയർ അവിടെ കിട്ടുന്നുണ്ടെന്ന് അല്ലെ, പേഷ്യൻസിന്റെ തിരക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോ അറ്റ്ലീസ്റ്റ് 30% അല്ലെങ്കിൽ 30% പേഷ്യൻസ് എങ്കിലും നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഓഫ് കെയർ അവിടെ ലഭിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. Then മൂന്നാമത്തെ പോയിന്റ്, the organization that commits to abide by NAB standards and applicable legal, statutory, regulatory requirements. അതുപോലെ തന്നെ നാബ് സ്റ്റാൻഡേർഡിന്റെ മാനദണ്ഡങ്ങൾ, നാബിന്റെ സ്റ്റാൻഡേർഡുകള് ഫോളോ ചെയ്യാൻ നിർബന്ധിതമാകുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അതായത് ഈ അപ്ലൈ ചെയ്യുന്ന സ്ഥാപനം എന്തായാലും നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് എന്താ പറയാ
അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഇത് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ നാബിന്റെ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിരിക്കണം. Then നാലാമത്തെ പോയിന്റ്, the healthcare organization should have implemented NAB standards in the HCF for a minimum of 3 months. അതായത് അപ്ലൈ ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ 3 മാസമെങ്കിലും നാബിന്റെ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിന് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട് നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യണം എന്നല്ലേ. അറ്റ്ലീസ്റ്റ് 3 months 3 മാസമെങ്കിലും നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ഥാപനത്തിന് മാത്രമാണ് നാബിന്റെ അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യാനുള്ള അവകാശം ഉള്ളത്. Okay, then these standards are to be used by the whole organization and not for a certain service within the organization. Organization provide multiple service and the standards are equally applicable to all services within the healthcare organization. ഒരു ഹോസ്പിറ്റലിൽ തന്നെ എല്ലാ മേഖലയിലും ഈ സ്റ്റാൻഡേർഡുകൾ നടപ്പിലാക്കിയിരിക്കണം. നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ നല്ല രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ സഹായിക്കുന്നതാണ്. അതാണ് ഒരു കൺക്ലൂഷൻ ആയിട്ട് അവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? മനസ്സിലായോ? എലിജിബിലിറ്റി ക്ലിയർ അല്ലേ? then ലാസ്റ്റ് വൺ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാരും കാണുന്നുണ്ടല്ലോ? ഓക്കെ, നോക്കി ഇതാണ് നാബിന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കേട്ടോ. എഴുതിയിട്ടുണ്ട് അവിടെ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഏത് ഹോസ്പിറ്റലിനാണ് ഇവിടെ നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളത് എഴുതിയിട്ടുണ്ട്. മംഗള ഹോസ്പിറ്റൽ ആൻഡ് മംഗള കിഡ്നി ഫൗണ്ടേഷൻ, വജ്ര ഹിൽസ്, കദ്രി റോഡ്, മംഗളൂരു. മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിന് കിട്ടിയിരിക്കുന്ന അക്രഡിറ്റേഷൻ ആണത്. നോക്കിയേ നിങ്ങള്, നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടുന്നത് 3 സ്റ്റേജസിലായിട്ടാണ് കേട്ടോ. അവിടെ സിംബൽസ് കൊടുത്തിട്ടുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ ഗ്രീൻ സിംബൽ ആണ്. ഓക്കെ, ട്രയാങ്കിൾ ഷേപ്പിൽ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രീ അക്രഡിറ്റേഷൻ. അതായത് നമ്മൾക്ക് പെട്ടെന്നൊന്നും എന്ത് കിട്ടില്ല, അതായത് ഒറ്റയടിക്ക് നമുക്ക് അക്രഡിറ്റേഷൻ വാങ്ങിക്കാനായിട്ട് പറ്റില്ല. പല സ്റ്റേജുകളിലായിട്ടാണ് ഇത് കിട്ടുക. അതായത് ഫസ്റ്റ് ലെവൽ, അതായത് ആദ്യം ഏറ്റവും അതായത് ഫസ്റ്റ് ടൈം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് തരുന്നത് എൻട്രി ലെവലിലുള്ള അക്രഡിറ്റേഷൻ ആണ്. കാണുന്നുണ്ടോ നിങ്ങള്? ഗ്രീൻ കളറ് പ്രീ അക്രഡിറ്റേഷൻ എന്നാണ് കേട്ടോ പറയുക അതിന്. പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ. ആദ്യം നമുക്ക് കിട്ടുന്നത് ഈ ഒരു അക്രഡിറ്റേഷൻ ആയിരിക്കാം കേട്ടോ. ഇതാണ് ഉണ്ടാവുക സർട്ടിഫിക്കറ്റിൽ കേട്ടോ. ദെൻ രണ്ടാമത്തത് ബ്ലൂ കളറില് പ്രീ അക്രഡിറ്റേഷൻ തന്നെയാണ്, പ്രോഗ്രസീവ് ലെവലില്. ഓക്കെ, അതായത് നാബിന്റെ ഒരു ഹോസ്പിറ്റല് ആദ്യമായിട്ട് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കാം. അവര് ഇന്ന കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് ഒക്കെ നോക്കി അല്ലെങ്കിൽ പെർസെന്റേജ് ഒക്കെ നോക്കിയിട്ട് ഫസ്റ്റ് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കും. അതാണ് പ്രീ അക്രഡിറ്റേഷൻ അഥവാ എൻട്രി ലെവൽ അക്രഡിറ്റേഷൻ. ദെൻ അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്യൂറേഷൻ തീരുന്നത് വരെ എന്ത് ചെയ്യും, അവരുടെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് അവർക്ക് ഉണ്ടാകും. ദെൻ അവര് വീണ്ടും അവര് ചെക്ക് ചെയ്യും. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് ചെയ്യും. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പ്രോഗ്രസീവ് ലെവലിലുള്ള അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുക. ദെൻ അതിനുശേഷം ഒരു കുറച്ച് നാളും കൂടി നോക്കിയിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യും. കാരണം ഒരു പ്രാവശ്യം ഇത് ചെക്ക് ചെയ്താല് നമുക്ക് അറിയില്ലല്ലോ, ഹോസ്പിറ്റൽസ് ഇതേപോലെ തന്നെ വർഷാവർഷം ഇതുപോലെയുള്ള സ്റ്റാൻഡേർഡുകൾക്ക് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്താൽ മാത്രമാണ് അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുക. അപ്പൊ പെട്ടെന്നൊന്നും ലാഭം എന്ത് ചെയ്യില്ല, ഒറ്റയടിക്ക് അക്രഡിറ്റേഷൻ ഫൈനൽ അക്രഡിറ്റേഷൻ കൊടുക്കില്ല. ഏറ്റവും ലാസ്റ്റ് ഒന്നും കൂടി ഇത് ചെക്ക് ചെയ്തിട്ടാണ് ആ റെഡ് കളറിലെ സർക്കിൾ കണ്ടോ, അക്രഡിറ്റേഷൻ കൊടുക്കുക കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ 3 ലെവൽ സ്റ്റേജിലാണ് അക്രഡിറ്റേഷൻ കൊടുക്കുക. മനസ്സിലായോ പിള്ളേരെ? ക്ലിയർ ആണോ? ഇപ്പൊ നോക്കിയാ നിങ്ങള് ഈ ഒരു ഹോസ്പിറ്റലിന് ഏത് അക്രഡിറ്റേഷനാ കിട്ടിയിട്ടുള്ളത്? ഒന്ന് നോക്കിയതിനകത്തുണ്ട്. ഏത് അക്രഡിറ്റേഷനാ കിട്ടിയിട്ടുള്ളത്? മംഗള ഹോസ്പിറ്റലിന് ഏത് അക്രഡിറ്റേഷനാ കിട്ടിയിട്ടുള്ളത്? ഗ്രീൻ കളർ, അതായത് എൻട്രി ലെവലിലുള്ള അക്രഡിറ്റേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ.
അപ്പൊ അതൊന്ന് നോക്കുക. പിന്നെ നോക്കിയാൽ നിങ്ങൾ താഴെ വാലിഡ് ഫ്രം സെപ്റ്റംബർ 24, 2019, വാലിഡ് ത്രൂ സെപ്റ്റംബർ 23, 2021. 2 വർഷക്കാലത്തേക്കാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. പിന്നെ സിഇഒന്റെ ഒരു സൈനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ISQs അക്രഡിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അക്രഡിറ്റേഷനുമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഈ ഡൗട്ടും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ തരാം കേട്ടോ. നമ്മുടെ ചാപ്റ്റർ ഒക്കെ തീർന്നതിന് ശേഷം ഞാൻ തരുന്നതാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ഓഡിറ്റ്. എന്താണ് ഓഡിറ്റ്? ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓഡിറ്റ് എന്താണ്? അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യമായി ബന്ധപ്പെട്ടിട്ട് ഓഡിറ്റിനൊക്കെ പോയിട്ടുണ്ടാകും എവിടെയെങ്കിലും ഒക്കെ. കുടുംബശ്രീയിലൊക്കെ ഉള്ളവരുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടുത്തെ ചേച്ചിമാരൊക്കെ ഓഡിറ്റിന്റെ തീയതി ഇന്നാണെന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കാം അല്ലെ? എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ് അല്ലെ? അക്കൗണ്ടുകൾ എന്താ പറയാ, എക്സാമിൻ ചെയ്യുക, അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക, അല്ലെങ്കിൽ അത് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുക അല്ലെ? ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നുണ്ട്. പലവരും പല കമന്റ് ആണ് പറയുന്നത്. അപ്പൊ ആ ഓഡിറ്റ് വേറെയാണ്, ബാങ്കിങ് ഓഡിറ്റ് വേറെയാണ്, നമ്മുടെ ഹോസ്പിറ്റൽ ഓഡിറ്റ് വേറെയാണ്. എല്ലാത്തിലും വരുന്നുണ്ട്, സിമിലാരിറ്റീസ് ഉണ്ട്, കാൽക്കുലേഷനും മറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നെങ്കിലും ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ഓഡിറ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പൊ ആ ഓഡിറ്റിന്റെ ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സിൽ കുറച്ച് ഡിഫിക്കൽട്ട്, എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഓഡിറ്റ്. അപ്പൊ നിങ്ങൾക്കും എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയേക്കാം, കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ തോന്നിയേക്കാം. എന്നിരുന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതിയെടുക്കണം. കാരണം ഇത് കുറച്ച് തിയറി പോലത്തെ ഒരു മെത്തേഡാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ മീനിങ് അറിയണം. ഓക്കെ, എല്ലാവരും റെഡി ആണോ അപ്പൊ എഴുതാനൊക്കെ? അപ്പൊ ഞാൻ ആദ്യം തന്നെ ഓഡിറ്റിന്റെ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. ദെൻ അത് ഞാനൊന്ന് മലയാളത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നിങ്ങളൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. അത് ഞാനത് വായിക്കാം. Definition: a systematic and critical assessment of the planning, delivery and evaluation of services with regard to efficiency. ചാപ്റ്റർ ഇതിനകത്ത് 12 കിടക്കുന്നേ. നിങ്ങൾക്ക് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. 45. Okay, a systematic and critical assessment of the planning, delivery and evaluation services with regard to efficiency, effectiveness and quality within given resources. It is the assessment of data, documents and resources to inspect performance of systems if meets specified standards. Okay, അപ്പൊ ഇങ്ങനെ വായിച്ചപ്പോ ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മളൊന്ന് മലയാളത്തിൽ അത് എഴുതാൻ പോകണം കേട്ടോ. എഴുതിക്കോളൂ. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം, നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ്. ഒന്നും കൂടി പറയാം കേട്ടോ. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്,
കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതൊന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഹോസ്പിറ്റലുകളില് ആവശ്യത്തിന് ആരുണ്ട്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്മാരുണ്ട് അല്ലെ, ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സ് ഉണ്ട്, മറ്റ് സ്റ്റാഫുകളുണ്ട്. അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന സർവീസിന് ക്വാളിറ്റി ഉണ്ട്. അതായത് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടെ പേഷ്യന്റ് കൊടുക്കുന്ന കെയർ, മെഡിസിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങള് മൊത്തം, അതായത് ടോട്ടൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടും ക്രിട്ടിക്കൽ ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയാ? ഓഡിറ്റ് എന്ന് പറയാ കേട്ടോ. അതായത് അവിടെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്, ദെൻ സ്റ്റാഫുകള്, ദെൻ മെഡിക്കേഷൻസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ക്രോഡീകരിച്ച് ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് എന്ത്? ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 2 പോയിന്റ് കൂടി എഴുതാനുണ്ട്, അത് പറഞ്ഞുതരാം കേട്ടോ. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ദെൻ അടുത്ത പോയിന്റ് എഴുതുക കേട്ടോ. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതിയാണ് ഓഡിറ്റ്. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതിയാണ് ഓഡിറ്റ്. ഇനി അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതാം. ഡാറ്റ, രേഖകൾ, ഉറവിടങ്ങൾ, അതായത് റിസോഴ്സസുകൾ കേട്ടോ, ഉറവിടങ്ങൾ എന്നിവയുടെ വിലയിരുത്തലിലൂടെയാണ് ഓഡിറ്റ് നടത്തുന്നത്. എന്നിവയുടെ വിലയിരുത്തൽ അഥവാ ഇവാലുവേഷനിലൂടെയാണ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, ഡാറ്റ, രേഖകൾ, ഉറവിടങ്ങൾ എന്നിവയുടെ വിലയിരുത്തലിലൂടെയാണ് ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അതായത് ഹോസ്പിറ്റലില് ഞാൻ പറഞ്ഞു പല പല സ്റ്റാൻഡേർഡുകൾ ഉണ്ട് അല്ലെ, ഹോസ്പിറ്റലിലെ പല പല ക്രൈറ്റീരിയാസ് ഉണ്ട് അവിടെ നടപ്പിലാക്കേണ്ട. അതിനെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതിയാണിത്. ഡാറ്റ, രേഖകൾ, ഉറവിടങ്ങൾ എന്നിവയുടെ വിലയിരുത്തലിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിന് പെർഫോമൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത്? ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽസിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഓഡിറ്റ് എന്ന് പറയുന്നത്. പലതരത്തിലാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓഡിറ്റ് നടത്തുന്നത്? ഡാറ്റയുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ രേഖകളുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ പല റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത് അല്ലെ. മനസ്സിലാക്കി വെക്കാം. ഹോസ്പിറ്റൽ ഓഡിറ്റ് നടത്തുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്ന് നിങ്ങളോട് ചോദിച്ചാല് പ്രധാനമായും മെഡിക്കൽ റെക്കോർഡുകള്, പേഷ്യന്റ് രജിസ്റ്റർ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഹോസ്പിറ്റൽസില് ഓഡിറ്റ് നടത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? സത്യം പറയണം കേട്ടോ, കുറച്ച് പാടാണ് മനസ്സിലാക്കി എടുക്കാൻ. ഓക്കെ ആണ്. ദെൻ നമുക്ക് അടുത്തത് നോക്കാം. ഓഡിറ്റ് ഒരു ഇത് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത പാരാഗ്രാഫിൽ ഓഡിറ്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻ ഹെൽത്ത് കെയർ is a process used by health professionals to estimate, evaluate and refine care of patients in a systematic way. Audit calculates current practice against a defined desired standard. It belongs to clinical governance, which aims at safeguarding a high quality of clinical care for
പേഷ്യൻസ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതിയെടുത്തോളൂ. ഹെൽത്ത് കെയറിൽ ചിട്ടയായ രീതിയിൽ ഹെൽത്ത് കെയറിൽ അതായത് ഹോസ്പിറ്റലിൽ കേട്ടോ, ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കാനും വിലയിരുത്താനും പരിഷ്കരിക്കാനും ആരോഗ്യ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ്. ഹെൽത്ത് കെയറിൽ ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കാനും വിലയിരുത്താനും പരിഷ്കരിക്കാനും ആരോഗ്യ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ്. ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതാം. രോഗികൾക്ക് ഉയർന്ന നിലവാരമുള്ള ക്ലിനിക്കൽ പരിചരണം സുരക്ഷിതമാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലില് രോഗികളുടെ ട്രീറ്റ്മെന്റ്, അവരുടെ കെയർ കണക്കാക്കാൻ, അതായത് അത് കാൽക്കുലേറ്റ് ചെയ്യാനും ഹെൽത്ത് കെയറിൽ ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കാനും വിലയിരുത്താനും പരിഷ്കരിക്കാനും ആരോഗ്യ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ്. രോഗികൾക്ക് ഉയർന്ന നിലവാരമുള്ള ക്ലിനിക്കൽ പരിചരണം സുരക്ഷിതമാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ഓക്കെ, പറഞ്ഞോട്ടെ, എഴുതിയോ? എന്താണ് പറയുന്നത്? ഒരു ഹോസ്പിറ്റലില് രോഗികളുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ കെയർ കാൽക്കുലേറ്റ് ചെയ്യാനും അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനും വേണമെങ്കിൽ അതൊന്ന് പരിഷ്കരിക്കാനും ആരോഗ്യ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പേഷ്യന്റിന്റെ കെയർ കാൽക്കുലേറ്റ് ചെയ്യാനും അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനും അതൊന്ന് പരിഷ്കരിക്കാനും ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റിന്റെ ലക്ഷ്യമാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് കേട്ടോ. രോഗികൾക്ക് ഉയർന്ന നിലവാരമുള്ള, അതായത് ഹൈ ക്വാളിറ്റി ഉള്ള ക്ലിനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഓഡിറ്റിന്റെ ലക്ഷ്യം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ദെൻ നമുക്ക് അടുത്തതൊന്ന് നോക്കാം, അതും കൂടി നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്താൽ മതി. വൈ ഓഡിറ്റ്? എന്തുകൊണ്ട് ഓഡിറ്റിന്റെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് ഓഡിറ്റ് ഉപയോഗിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി. അതായത് ഒരു ഹോസ്പിറ്റലില് ഡാറ്റ ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ഓഡിറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റലില് ഡാറ്റ എന്ന് പറയുമ്പോൾ പലതരം രേഖകളാവാം അല്ലെ, പല ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ആവാം. അതിന്റെ ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഡിഫൈൻ ദ റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് ആ ഹോസ്പിറ്റലിനും അവിടെ ജോലിയെടുക്കുന്ന സ്റ്റാഫുകൾക്കും പ്രശസ്തി നേടാനായിട്ട് സാധിക്കുന്നു. ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ ആ സ്ഥാപനം ഫേമസ് ആകുന്നു, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഫേമസ് ആകുന്നു. അതായത് നിങ്ങളിപ്പോ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഹോസ്പിറ്റലിൽ ഓഡിറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അത് ആളുകളുടെ ഇടയിൽ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നല്ല രീതിയിൽ ഓഡിറ്റ് നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഹോസ്പിറ്റൽ പ്രവർത്തനമായിരിക്കും അവിടെ നടക്കുക. ഓക്കെ, അപ്പൊ അവിടെയുള്ള സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിനും ഫേമസ് അല്ലെങ്കിൽ ആ ഒരു പോപ്പുലർ ആവുകയാണ് അവിടെ ചെയ്യുക. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഡിഫൈൻ ദി കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്.
നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിനെ പ്രിവെന്റ് ചെയ്യും. അതായത് ഓഡിറ്റ് നടത്തുന്നുണ്ട്, അതായത് നമ്മൾക്ക് അറിയാലോ, അതായത് ഒരു കാൽക്കുലേഷൻ ആണ് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ എക്സാമിൻ ചെയ്യാണ് കണക്കും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്താ പറയാ മൊത്തത്തിലൊന്ന് പരിശോധിക്കുകയാണ്, ചെക്ക് ചെയ്യാണ്. അപ്പോ ഇങ്ങനെ നടത്തുന്നുണ്ട്, വർഷാവർഷം നമ്മളിങ്ങനെ ഓഡിറ്റ് നടത്തുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓഡിറ്റ് നടത്തുന്നതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോഴുള്ളതും അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതുമായ സാമ്പത്തിക എന്താ പറയാ നഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് ഉണ്ടല്ലോ, അതിനെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, നാലാമത്തെ പോയിന്റ് റിഫൈൻ ക്വാളിറ്റി ആണ് കേട്ടോ. ഗുണനിലവാരം ഉയർത്തുന്നു അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്. അതായത് ആ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഗുണനിലവാരം ഉണ്ടല്ലോ, അത് ഉയർത്താനായിട്ട് സഹായിക്കുന്നു. റിഫൈൻ ക്വാളിറ്റി. ദെൻ യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്, അതായത് ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റിന് കൂടുതൽ ഉപകാരപ്പെടുന്നു. ആ ഹോസ്പിറ്റലിൽ ജോലി അല്ലെങ്കിൽ ആ ഒരു ക്ലിനിക്കൽ ഇതുമായി ബന്ധപ്പെട്ട ആ ഹോസ്പിറ്റലിലെ തന്നെ പ്രവർത്തനത്തിന് നല്ലൊരു മികച്ച രീതിയിൽ ഹെൽപ്ഫുൾ ആകുന്നുണ്ട് ഓഡിറ്റ് നടത്തുന്നത്. ദെൻ ഇൻസ്പേഴ്സ് ടീം വർക്ക്, ആളുകളെ ടീം വർക്ക് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓഡിറ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് ഗ്രൂപ്പായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റുന്നു. ദെൻ ഇംപ്രൂവ്സ് പേഷ്യന്റ് കെയർ, പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യുന്നു, പേഷ്യന്റ് കൂടുതൽ പരിചരണം കിട്ടുന്നു. ദെൻ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്, ഏറ്റവും കൂടുതൽ അതായത് ഒരു ഓഡിറ്റ് നടത്തുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നത് ആ സ്ഥാപനത്തിന് തന്നെയാണ് കേട്ടോ. സാമ്പത്തികമായിട്ടുള്ള പല നേട്ടങ്ങളുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു സ്ഥാപനത്തിൽ ഇപ്പൊ ഒരു കുടുംബശ്രീ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓഡിറ്റ് നടത്തി കഴിഞ്ഞാലാണ് നമ്മുടെ ഷെയറും കാര്യങ്ങളൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, അത് സാമ്പത്തിക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, then become necessary for meeting litigations under CPA. CPA ഫുൾ ഫോം എന്ന് എഴുതി വെക്കുക. കെയർ പ്രോഗ്രാംസ് അപ്രോച്ച് എന്നാണ് കേട്ടോ. കെയർ പ്രോഗ്രാംസ് അപ്രോച്ച്, അതായത് പേഷ്യന്റ് കംപ്ലൈൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങള് CPA കീഴിലാണ് എന്ത് ചെയ്യുക, തീർപ്പാക്കുക. ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക തരം എന്താ പറയാ പദ്ധതി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമുക്ക് പറയാം. പേഷ്യന്റ് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് CPA അണ്ടറിലാണ് വരിക. അപ്പൊ CPA അണ്ടറിൽ വരുന്ന കാര്യങ്ങള് പെട്ടെന്ന് തന്നെ ആ കേസുകൾ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കംപ്ലൈന്റുകള് തീർപ്പാക്കാനായിട്ട് പറ്റുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അതിന് സൊല്യൂഷൻ കാണാനായിട്ട് സാധിക്കുന്നു. എന്ത് നടത്തുന്നത് മൂലം, ഓഡിറ്റ് നടത്തുന്ന മൂലം. ചുരുക്കി പറഞ്ഞാല് പേഷ്യന്റ് കംപ്ലൈന്റ്സ് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, പരിഹരിക്കപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിക്കുക കേട്ടോ. ഞാൻ തന്നിരിക്കുന്ന മലയാളം എക്സ്പ്ലനേഷൻ കൂടി നന്നായിട്ട് വായിച്ചു പോവാം. ഓക്കെ, ഇമ്പോർട്ടന്റ് എന്താ പറയാ, ഞാൻ എടുത്തത് അത്രയും ഇമ്പോർട്ടന്റ് തന്നെയാ, മനസ്സിലാക്കി വെക്കുക. ഞാൻ പറയാം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഞാൻ പറയുന്നു, ഈ ഓഡിറ്റ് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. മുമ്പത്തേത് ഏതാ, ക്വാളിറ്റി അഷുറൻസ് ആണോ? അത് ഞാൻ പറയാം, എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞു തന്നോളാം. പിന്നെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ തന്നെ എന്താ പറയാ ചില വേർഡുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നോക്കി വെക്കുക. അത്തരം കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കുറച്ച് തരുന്നതായിരിക്കും കേട്ടോ ലാസ്റ്റ് നമ്മള്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ലിറ്റിഗേഷൻസ് എന്ന് പറഞ്ഞാല് വ്യവഹാരങ്ങൾ, കേസുകള് കേട്ടോ. കേസസിനെയാണ് ലിറ്റിഗേഷൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. നന്നായിട്ട് വായിക്കുക, ഓഡിറ്റ് ആണ്, അതുകൊണ്ട് നന്നായിട്ട് വായിക്കുക. ഓക്കെ, താങ്ക് യു.